ക്രൈംബ്രാഞ്ച് സീൽ ചെയ്ത മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ നിന്നും സാധനങ്ങൾ നഷ്ടമായി. വിളക്കുൾപ്പെടെ 15 സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ വാതിലുകൾ പൂട്ടിയ നിലയിലായിരുന്നു. ഡിവൈഎസ്പിയുടെ പ്രതികരണം. ഇതിന്റെ ഉടമസ്ഥനായ സന്തോഷിന് കൊടുക്കുന്നതിന് വേണ്ടി CJM കോടതി ഉത്തരവായിരുന്നു, ACJM കോടതി. അപ്പോൾ അതും കൂടെ നോക്കാനാണ് വന്നത്, അവരെ ഏൽപ്പിക്കാനായിട്ട് വന്ന് പരിശോധിക്കപ്പോഴാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ആയി കാണുന്നുണ്ട്. ഓൾറെഡി ലിസ്റ്റ് ഞങ്ങളുടെ അടുത്തുണ്ട്, അത് കോടതി കൊടുത്തിട്ടുള്ള ലിസ്റ്റുമാണ്. മിസ്സിംഗ് ആയിട്ടുള്ളത് പ്രധാനമായും വെയിറ്റുള്ളതായ ഈ സിംഹം, വിളക്ക്, അങ്ങനെയുള്ള വെയിറ്റുള്ള, അതായത് പഞ്ചലോഹവും മറ്റും നല്ല വെയിറ്റുള്ള വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ബിനിൽ നൽകും വാർത്തയുടെ വിവരങ്ങൾ. ബിനിൽ, അന്വേഷണ സംഘം സീൽ ചെയ്ത വീട്ടിൽ നിന്നാണ് ഈ സാധനങ്ങൾ നഷ്ടമാകുന്നത്. എന്തൊക്കെ സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട്? എന്താണ് ഇനിയുള്ള നടപടികൾ? പ്രതീക്ഷ, നമുക്ക് ഒരിക്കൽ കൂടി മോൻസന്റെ വീടിനുള്ളിലേക്ക് വരാം. വർഷങ്ങൾക്ക് ശേഷം ഈ വീടിനുള്ളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുമ്പോഴുള്ള ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട് പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നു. വീട് പൂട്ടിയ നിലയിലുള്ള വീടിനുള്ളിൽ നിന്നാണ് ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം, മോശയുടെ അംശവടി, ഏറ്റവും വിലപിടിപ്പുള്ള ഖുറാൻ, അങ്ങനെ ഒരുപാട് വ്യാജ പുരാവസ്തുക്കൾ മോൻസൻ അവതരിപ്പിച്ചിരുന്നു. ആ വ്യാജ പുരാവസ്തുക്കളൊന്നുമല്ല ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളതിൽ വിലപിടിപ്പുള്ള സാധനമാണ്, അതായത് ഉള്ളതിൽ നല്ലത് ആയിട്ടുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സംശയം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. കാരണം ഇതുമായി അറിവുള്ളവരാണോ ഇതിന് പിന്നിൽ എന്നത് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്നു. കാരണം പോലീസ് സീൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ. പക്ഷേ ആ താക്കോൽ മറ്റാരുടെയോ കൈവശമുണ്ടായിരുന്നു, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണം കരുതാൻ. കാരണം അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരുന്നത്. ഈ വീടിൻ്റെ വാതിലുകളൊന്നും തന്നെ തുറക്കാത്ത നിലയിൽ ഈ വീടിനുള്ളിൽ നിന്ന് വ്യാജ പുരാവസ്തുക്കൾ ഒഴികെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സിംഹം അടക്കമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ സിംഹമാണ്. ആ സിംഹം അടക്കം, പഞ്ചലോഹത്തിലുള്ള വിളക്ക്, അങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അറിവുള്ളയാൾ ഇവിടെ ഉള്ളതിൽ വിലയുള്ളത് എന്ത്, വിലപിടിപ്പുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി അത് കടത്തിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതാണ് പോലീസിൻ്റെ പരിശോധന, അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഈ വീട് ഒഴിഞ്ഞു നൽകണമെന്ന് ഈ വീട്ടുടമ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് മോൻസന്റെ വ്യാജ പുരാവസ്തുക്കളടക്കം മാറ്റാനായി കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യാജ പുരാവസ്തുക്കൾ ഭൂരിഭാഗവും മോൻസന് നൽകിയത് ശില്പി സന്തോഷാണ്. സന്തോഷ് കോടതിയെ സമീപിച്ച് തൻ്റെ സാധനങ്ങൾ എടുത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് കോടതി അനുകൂലമായ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഏതാണ്ട് 1800ഓളം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ കണക്കാക്കിയിരുന്നത്. അങ്ങനെ കണക്കാക്കിയിരുന്നവയിലാണ് 15 സാധനങ്ങൾ, അതായത് ഏറ്റവും വിലപിടിപ്പുള്ള 15 സാധനങ്ങൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംശയം ഇതുമായി ബന്ധപ്പെട്ടവരിലേക്ക്, അതായത് മോൻസനുമായി ബന്ധമുണ്ടായിരുന്നവർ, ഇതിൻ്റെ താക്കോലുകൾ സൂക്ഷിച്ചിരുന്നവർ, അവരിലേക്ക് തന്നെ ഈ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നീങ്ങുന്നത്. ക്രൈംബ്രാഞ്ച് നോർത്ത് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. നമുക്കിപ്പോൾ കാണാം, ഈ സിംഹം അടക്കമുള്ളവയാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, ആ പേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ വലിയ പഞ്ചലോഹ നിർമ്മിതമായ നിലവിളക്കുണ്ട്, അത് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ വ്യാജ പുരാവസ്തുക്കളെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇത് ടിപ്പുവിൻ്റെ സിംഹാസനം എന്ന രീതിയിൽ നമ്മുടെ മുൻ DGP അടക്കം ഇരുന്ന് ചിത്രങ്ങൾ പകർത്തിയ സിംഹാസനമാണ്. ആ സിംഹാസനം, അങ്ങനത്തെ വ്യാജ പുരാവസ്തുക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ശരി, ബിനിലാണ് വിവരം നൽകിയത്. മോൻസൺ മാവുങ്കലിന്റെ സീൽ ചെയ്ത കലൂരിലെ വീട്ടിൽ നിന്നാണ് വിളക്കുൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായത്.